കീം റാങ്ക് ലിസ്റ്റിലെ തിരിച്ചടിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇ.കെ. സുന്നി മുഖപത്രം. സർക്കാർ അവിവേകത്തിന് വിദ്യാർത്ഥികൾ ബലിയാടായി എന്നാണ് വിമർശനം. സ്കൂൾ സമയമാറ്റം ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ പൊളിച്ചെഴുത്തിന് വിധേയമാക്കണമെന്നും മുഖപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഷഹീദ് വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഷഹീദ്, ഗുഡ് മോർണിംഗ്. അല്ലെങ്കിൽ തന്നെ ഈ സ്കൂളിന്റെ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ സമര പരിപാടികളൊക്കെ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ഈ സമയത്താണ് ഇതാ വീണ്ടും ഈ കീമിന്റെ കാര്യത്തിൽ ഒരു പ്രതിഷേധം. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? വിശദവിവരങ്ങൾ എന്താണ്? മോത്തി, സർക്കാരിൻ്റെ ചില തീരുമാനങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് സമസ്ത മുഖപത്രം. അതിൻ്റെ മുഖപ്രസംഗത്തിൽ തന്നെയാണ് ഇത്തവണ കീം വിഷയത്തിൽ പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രതിസന്ധി അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ വകുപ്പിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. അതായത് കൂടിയാലോചനകളില്ല, അതായത് പെട്ടെന്ന് എടുത്തുചാടി തീരുമാനങ്ങൾ എടുത്തതാണ്, മുൻകൂട്ടി ആസൂത്രണം ചെയ്യാതെ തീരുമാനങ്ങൾ എടുത്തതാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. ഇത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ നിലപാട് വിദ്യാർത്ഥികൾക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാവി പഠനത്തെ അത് ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും ഉയർത്തുന്ന വിമർശനം ഈ മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ എടുത്തുചാടിയുള്ള അല്ലെങ്കിൽ വിശദമായ ചർച്ചകളും ആലോചനകളും നടത്താതെയുള്ള തീരുമാനമെന്ന് കീം വിഷയത്തിൽ അവർ സുപ്രഭാത വിമർശനം ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ അവർ കൂട്ടിച്ചേർക്കുന്നത് ഈ സ്കൂൾ സമയമാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരും സമാനമായ രീതിയിലുള്ള ഒരു നിലപാടാണ്, ആലോചനയില്ലാതെ ചർച്ചയില്ലാതെ എടുത്ത തീരുമാനമാണ്. അതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നുകൂടി. അതായത് സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ സമസ്ത ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാരിനോട് പൂർണ്ണമായും മുഖം തിരിഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ആലോചനയില്ലാതെ തീരുമാനങ്ങൾ എടുക്കുന്നു, കീമിലും അതാണ് പ്രതിസന്ധി ഉണ്ടാക്കിയതെന്ന് പറഞ്ഞുള്ള ഒരു മുഖപ്രസംഗമാണ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് സമസ്തയുടെ ഒരു പോഷക സംഘടനയായ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ഈ വിഷയത്തിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അവർ